കസേര ഇങ്ങനെ ഇവിടെ കിടക്കുകയാണ്. പട്ടി ഇവിടെ കിടക്കുകയായിരുന്നു. പുലി അതുവഴി നടന്നു വന്നാണ് അവനെ പിടിച്ചത്. ഇവനാണെങ്കിൽ ഇതിനടി കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പൊ ഇവൻ അറിഞ്ഞില്ല. പുലി വന്ന് ഇങ്ങനെ കയറുകയും ഇവൻ ഈ കസേരയുടെ അടി കിടന്നുണ്ട് കസേര അടി കിടക്കുമായിരുന്നു. ഈ കസേര അടി കിടന്നപ്പം ഈ പുലി വന്ന് ഇങ്ങനെ തല പിടിക്കുകയും ഇവൻ ചാടി എഴുന്നേറ്റു. അപ്പൊ കഴുത്തിൽ ജസ്റ്റ് ഒന്ന് കയറി പിടിച്ചു. രാത്രി ഒരു 12:30 ആയപ്പം പട്ടി ഭയങ്കരമായിട്ട് വിളിച്ചു കൂവിയപ്പം ഭയങ്കര വിളിച്ചു പോലെ. അപ്പം അമ്മയും മോനൂടെ പട്ടിയുടെ പേര് ടിപ്പു എന്നാണ്. ടിപ്പുവേന്ന് വിളിച്ചപ്പം എന്തോ ചാടുന്ന സൗണ്ട് കേട്ടു. കസേര വീണിട്ട് ഈ കസേര ഇങ്ങനെ ഇവിടെ കിടക്കുകയാണ്. പട്ടി ഇവിടെ കിടക്കുകയായിരുന്നു. പുലി അതുവഴി നടന്നു വന്നാണ് അവനെ പിടിച്ചത്. ഇവിടെ പിടിച്ചേക്കുക. പിന്നെ തിരിച്ച് അതുവഴി തന്നെ ഓടിയേക്കുവാണ്. പിന്നെ അപ്പം ഞങ്ങൾ ക്യാമറ ഉള്ളതുകൊണ്ട് ക്യാമറ നോക്കി. ക്യാമറ ഇതുകൊണ്ട് അവിടെ അതുകൊണ്ട് 2 ക്യാമറയുണ്ട്. അപ്പം 2 ക്യാമറയുണ്ട്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് അത് നോക്കി. അപ്പം നോക്കിയപ്പം പുലി വരുന്നതും പുലി പോകുന്നതും ഞങ്ങൾ കണ്ടത്. അങ്ങനെയാണ് പുലിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് സ്കൂളിൻ്റെ സ്ഥലമാണ്, സർക്കാർ സ്ഥലമായതുകൊണ്ട്. അവിടെ കാട് പിടിച്ച് കിടക്കുകയാണ്. അവിടെ കണ്ടില്ലേ, ഭയങ്കര കാട്. അപ്പം അടുത്ത ആഴ്ച സ്കൂൾ തുറക്കുവാണ്. കാട് എടുത്തിട്ടില്ല, ഇത്ര എടുത്തിട്ട് നിർത്തിയിട്ട് പോയിട്ട്. ഭയങ്കര പാമ്പിന്റെ ശല്യമാണ്. പൂങ്കുളഞ്ഞി UP സ്കൂളാണ്. കാട് കിടക്കുന്നുണ്ട്. ഇതിനകത്ത് വന്ന് ആന നിന്നാൽ പോലും കാണാത്തത്ര കാടാണ്. ഇതിനകത്തൊക്കെ പുലി കിടന്നാലും പകലിപ്പം ഞാനാണെങ്കിൽ ഒരു പ്രൈവറ്റ് ബാങ്കിൽ ജോലിക്ക് പോകുന്ന ആളാണ്. എനിക്കിപ്പം ഈ വയ്യാത്ത അമ്മയെ ഇവിടെ ഇരുത്തിയിട്ട് പോകാൻ തന്നെ പേടിയാണ്. കാര്യം പകലമ്മ വെളിയിലൊക്കെ ഇറങ്ങി വന്ന് നിൽക്കുമല്ലോ. അപ്പോൾ ഇവിടെ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതേ അവസ്ഥയാണെങ്കിൽ എങ്ങനെയാണ് നമ്മളിവിടെ ജീവിക്കുന്നത്? അതേ അവസ്ഥയാണ് നമുക്കിവിടെ. കൃഷി ചെയ്യാനൊക്കത്തില്ല. പന്നി ശല്യം, മയിലിന്റെ ശല്യം, കുരങ്ങിന്റെ ശല്യം, എല്ലാ ശല്യം ഇവിടെ ഉണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് ഇപ്പൊ നമ്മൾ ഈ തൊഴിലുറപ്പുകാർ ഇപ്പൊ ഇവിടെ പണിഞ്ഞപ്പോ പറഞ്ഞു, നമ്മുടെ ഇവിടെ അവരെ മുഖഭാഗത്ത് വൃത്തിയാക്കിയപ്പം ചോരത്തുള്ളികൾ കണ്ടെന്ന് പറഞ്ഞു. എന്താണെന്ന് അവരറിഞ്ഞില്ല. ചോരത്തുള്ളികൾ അവരെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോ എല്ലാം ചോരകൾ കിടക്കുവാണ്. അപ്പോൾ പുലി ഈ കഴിഞ്ഞ ആഴ്ച മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു കൂട് സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ബുദ്ധിമുട്ടും പ്രയാസവും മാറും. കാര്യം വന്യജീവികളെ കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ വസ്തു കളഞ്ഞിട്ടൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങൾക്ക് ഇവിടെ ജീവിച്ചേ പറ്റുമല്ലോ. അപ്പൊ ഇതിനെന്തെങ്കിലും ഒരു പാടുണ്ട്. പാട് ഇതെല്ലാം പാടാണ്ട്. ഇതുണ്ട്. അപ്പുറത്തോട്ട് പുലി ഓടിപ്പോയതിന്റെ പാടുണ്ട്. അവിടെ നിന്നാണ്ട് ആ മതില്, അതും വലിയ ഉയരത്തിലുള്ള മതിലാണ്. ഇവിടെ ഉയരത്തിലുള്ള മതിലായിട്ട് കൂടി പുലി ചാടി വന്നു. അപ്പൊ നമുക്ക് മതിൽക്കെട്ടിനകത്തും ജീവിക്കാനൊക്കാത്ത അവസ്ഥയായിപ്പോയി. പമ്മിയാണ് വന്നത്. അവൻ ഭയങ്കര ശൗര്യമുള്ളൊരു പട്ടിയാ, കടിക്കുന്ന പട്ടിയാ. അവനെ കൂട്ടിലല്ല, അവനെ പുറത്തിട്ടേക്കുമായിരുന്നു. അവന് മുറിവുണ്ട്, ചെവിയിൽ മുറിവുണ്ട് അവന്. അവന് മുറിവുണ്ട്, പിന്നെ ചെവി ശകലം മുറിഞ്ഞിട്ടുമുണ്ട്. അപ്പം പമ്മി വന്ന് പിടിച്ചേക്കുവാണ്. അല്ല, അവൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. അവൻ അറിഞ്ഞിരുന്ന അവൻ ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നതായിരുന്നു. ഇതിനടി കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പൊ ഇവൻ അറിഞ്ഞില്ല. പുലി വന്ന് ഇങ്ങനെ കയറുകയും പിടിക്കുകയായിരുന്നു. അപ്പൊ ഇവൻ ഈ കസേരയുടെ അടി കിടന്നുണ്ട് കസേര അടി കിടക്കുമായിരുന്നു. ഈ കസേര അടി കിടന്നപ്പം ഈ പുലി വന്ന് ഇങ്ങനെ തല പിടിക്കുകയും ഇവൻ ചാടി എഴുന്നേറ്റു. അപ്പൊ കഴുത്തിൽ ജസ്റ്റ് ഒന്ന് കയറി പിടിച്ചപ്പം ഇവന് വെപ്രാളത്തി ഈ പട്ടി പുലിയെ ആക്രമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി. അങ്ങനെ ഇവര് വിളിക്കുകയും കൂടെ ചെയ്തില്ലേ? ഇവൻ കരഞ്ഞപ്പോ ഇത് പെട്ടെന്ന് ചാടിപ്പോ കസേര മറിഞ്ഞു വീണു. അപ്പോഴത്തെ ശബ്ദം നല്ല സൗണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇത് പട്ടിയുടെ കരച്ചിലും കസേര സൗണ്ടും എല്ലാം നമ്മൾ പെട്ടെന്ന് ടിപ്പുവിനെ വിളിച്ച് കരഞ്ഞു. പെട്ടെന്ന് കരഞ്ഞപ്പം പുലി ഓടി, ഭയങ്കര സ്പീഡിലാണ് ഓടി. ഈ പട്ടി കളഞ്ഞിട്ട് ഓടി, അപ്പഴേ ഓടി. പണ്ട് ഞങ്ങൾക്ക് ഇവിടെ സമാധാനമായിട്ട് ഉറങ്ങുകയൊക്കെ ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഉറങ്ങാൻ പറ്റത്തില്ല. വന്യമൃഗങ്ങൾ കൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് പൊറുതിമുട്ടിയിരിക്കുക. ഒരു വിധത്തിലും പറ്റത്തില്ല. വീട്ടിലിരിക്കാൻ വയ്യ, മുറ്റത്തോട്ടിറങ്ങാൻ വയ്യ. മുറ്റത്തിറങ്ങിയാൽ ഞങ്ങളെ തള്ളിയിട്ടേച്ച് പോകും, അല്ലെങ്കിൽ കൊന്നേച്ച് പോകും. ആ രീതിയായിപ്പോൾ ഉള്ളത്. ഞങ്ങൾക്ക് ഒരു വിധത്തിലും ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ടുന്ന നടപടികൾ ചെയ്യണം.